ഗൈസ് ഞങ്ങള് ഇന്ന് വളരെ ലോങ് ഒരു ട്രിപ്പ് പോകാൻ പോവാ. ആദ്യമായിട്ട് സ്നോ കാണാൻ പോവാ. നീ ഇതിനു മുമ്പ് സ്നോ കണ്ടിട്ടുണ്ടോ? ഞാനും ആദ്യമായിട്ട് സ്നോ കാണാൻ പോണേ. ഇപ്പൊ 10:30 ഞങ്ങൾ ഇപ്പോഴും വീട്ടിലിടുന്ന ഡ്രസ്സ് അങ്ങനെയൊക്കെയാണ്. ഇവിടെ ഞാനിപ്പോ പിക്ക് ചെയ്തോണ്ടെന്നാ ഇവിടെ ഓൾ സെറ്റ് ആണ്. പക്ഷെ ഞാൻ ഇപ്പൊ വീട്ടിലുള്ള ആ കൊലത്തില് നിൽക്കണേ. 10:30 2 മണിക്ക് ഇറങ്ങാൻ വേണ്ടി ഇരിക്കണേ. വണ്ടി പോലും കഴുകിയിട്ടില്ല. വണ്ടി ഇതേ താഴെ കൊണ്ടത് ഇട്ടിട്ടുള്ളൂ. വണ്ടി വരെ കഴുകണം. അറിയില്ല, ഭയങ്കര എക്സൈറ്റഡാ. ഫസ്റ്റ് ടൈം കൊറേ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തോ റൈഡ് കയറണമെന്നൊക്കെ കൊറേ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ ബുക്ക് ചെയ്യണമെന്നൊക്കെ ഞാൻ പിന്നെ പറയാം. ഇപ്പൊ നമുക്ക് നമ്മുടെ ടീമിനെ കാണാൻ പോവാം. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇനി ഞങ്ങളുടെ ടീമിനെ പരിചയപ്പെടുത്താം. ഇത് നിഖില, എൻ്റെ കൂടെ നഴ്സിംഗ് പഠിക്കുന്നു. ഞങ്ങളൊക്കെ ഒരേ ഏജാ. ഞങ്ങളാണ് ഗേൾസ് സ്ക്വാഡിൽ നിന്ന് ട്രിപ്പിനുള്ളത്. മൊത്തം ഞങ്ങൾ 5 പേരാണ് ഉള്ളത്. പിന്നെ ഈ ട്രിപ്പ് മൊത്തം പ്ലാൻ ചെയ്തത് ഷാരോൺ, വേണ്ട ഇത് ഷാരോൺ, ഇത് സ്ഥിരം അലൻ, ഒരാളൂടെ ഉണ്ട് നമ്മുടെ പണ്ടത്തെ വീഡിയോയിലൊക്കെയുള്ള അബിൻ ചേട്ടൻ, പിന്നെ പിന്നെ എന്റെ സ്വന്തം ഞങ്ങളെല്ലാരും ഇവിടെ ഇരുന്ന് മിന്നൽ മുരളി കണ്ടോണ്ടിരിക്കുക. ഞാൻ അടുത്ത ഷോട്ട് എല്ലാരും റെഡി ആയിട്ട് ബൈ കഴിയുമ്പോ കാണിക്കാം. ബൈ ബൈ ഗൈസ്. അപ്പൊ ഞങ്ങൾ പോവാറായിട്ടാ. ഓൾമോസ്റ്റ് എല്ലാം റെഡിയാണ്. ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അതൊക്കെ ഡിക്കിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡ്രിങ്കും കാര്യങ്ങളൊക്കെ ലൈക്ക് പെപ്സി, കോള അങ്ങനത്തെ സംഭവങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെ കൊണ്ടുപോവാണ്. 1 ഡേ ട്രിപ്പാണ്, ഫുൾ ഡേ ട്രിപ്പ്. എല്ലാവരും ഓണായി, എല്ലാവരും റെഡിയായി. വണ്ടിയൊക്കെ എടുത്ത് എല്ലാവരും അതിൻ്റെ ഉള്ളിൽ കയറി. ഇനിയിപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി കയറിയാൽ മതി. ഇനി ഒരു വീട്ടിലും കൊണ്ടൊന്ന് സ്റ്റോപ്പ് ചെയ്ത് ID എടുക്കണം. മറ്റേ കുട്ടി വന്നപ്പോൾ ID എടുക്കാൻ പറഞ്ഞു. ID വേണം ഇവിടെ പോണേലും. അപ്പം ആളുടെ വീട്ടിൽ പോയി ID എടുക്കണം. 5 hour ജേണിയാണ്. കാറിൽ വെച്ച് നമ്മൾ വീണ്ടും കാണും. ഇനിയിപ്പോൾ എന്താ, സ്നോ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ നമുക്ക് പോവാ. ശരി എന്നാ പോവാ. ബാഗൊക്കെ ഉണ്ട് കണ്ടാ, 2 പാവയൊക്കെ ഉണ്ട്. എല്ലാവരും കൊണ്ടാണ് ഞാൻ സ്നോ കാണാൻ പോണേ. ജാക്കറ്റൊക്കെ ഉണ്ട്, തൊപ്പിയൊക്കെ ഉണ്ട്, ഒക്കെ സെറ്റ് പോവാ. കേസ് അപ്പം ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ അവളുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്കാണ്. അവൾ ID എടുക്കാൻ പോയിക്കാണ്. അവിടെ പോരും, വെയിറ്റ് ചെയ്തേക്കാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പ്രാർത്ഥിച്ചു. ഇനിയിപ്പോൾ ഓൺ ദ റോഡ് 5 hours സ്ട്രെയിറ്റ് ഡ്രൈവാണ്. ചിലപ്പോൾ ഉറങ്ങുമ്പോൾ 2 something ആണ്, 2:27 ടൈം. അപ്പം കാണാം, പോവാണ്. അയ്യോ ലൈറ്റ് പോയി. അവൾ വരണം, അവൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവളവിടെ അവൾ വന്നു, ID ഒക്കെ എടുത്ത്. ഇനി ഞങ്ങള് പോവാട്. ബൈ ബൈ ഗൈസ്. ഞങ്ങള് ഒരു 100 കിലോമീറ്റർ എന്താണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു കാപ്പി കുടിക്കാൻ നിർത്തിയേക്കാം. എനിക്കാണെങ്കിൽ സംസാരിക്കാൻ ഒന്നും പറ്റണം, ചുണ്ടൊന്നും കൂട്ടി മുട്ടണില്ല, നല്ല തണുപ്പുണ്ട്. ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചു തരാം. കണ്ടാ, കാണാൻ പറ്റണമെന്ന് പറഞ്ഞോ, മൂക്കിന്ന് വരെ പുകയും ഫോഗും ഒക്കെ പോണ്ട്. നല്ല തണുപ്പുണ്ട്. ഇപ്പം എവിടെ എത്തിയാവോ? മാരുലാൻഡ് സൗത്ത് ബൗണ്ട് എന്ന് പറഞ്ഞൊരു BP ഒരു പെട്രോൾ പമ്പിലാണ് ഞങ്ങളിപ്പോൾ വന്നേക്കണേ. ജസ്റ്റ് ഒന്ന് നടുവീർത്താൻ വേണ്ടി വന്നേക്കണ. കാര്യം ഭയങ്കര തണുപ്പും. പിന്നെ അത്യാവശ്യം ഞങ്ങൾ BM-ലാണ് വന്നേക്കണമെങ്കിൽ 5 പേരുണ്ട്. അത്യാവശ്യം നല്ല കൺജസ്റ്റഡും ആയി. കാരണം ഇങ്ങനെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കാണ്ട് വരാനും പറ്റണില്ല. എനിക്കറിയില്ല, ഞാൻ ഫുൾ എക്സൈറ്റഡ്. ഇപ്പം ഒന്നുകൂടെ എക്സൈറ്റ്മെൻറ്റ് കൂടി, ഇത്രയും തണുപ്പും കൂടി ആയിപ്പോൾ ഏതാണ്ട് നാട്ടിൽ ഊട്ടി പോയാലൊക്കെ അതിലും തണുപ്പ്, കാലൊക്കെ മരക്കുണ്ട്. അറിയില്ല ഇനി എങ്ങനെയാ വൈരസിൽ പോയിട്ട് കാണുന്നതെന്നൊന്നും അറിയില്ല. എല്ലാവരും ഒരുമാതിരി വണ്ടി 2 പേരും ഇറങ്ങിയിട്ടില്ല തണുപ്പ് കാരണം. ഇവരെ വെച്ചിട്ട് മൈനസിൽ പോണേ. എന്തോ നമുക്കെന്തായാലും ഒരു കാപ്പി പിടിച്ചിട്ട് വരാം. വാ. സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് കേട്ടോ. പക്ഷെ നാച്ചുറലായിട്ട് ഇങ്ങനെ സ്മോക്ക് ചെയ്യാം.
സംഭവം സ്ഥലത്ത് എത്തിയിട്ടില്ല ഇതുവരെ. ഫ്രോസ്റ്റൊക്കെ വന്നപ്പോൾ ആകെ സീൻ, മൊത്ത സീരോട് സീര് ഒന്ന് കാണാനും പറ്റില്ല, ഫുള്ള് മഞ്ഞാട്. നമ്മളപ്പോൾ സ്കീ ചെയ്യാനൊക്കെ ആയിട്ട് ഇതൊക്കെ വേണം, എക്യുപ്മെൻറ്റ്സ് ഒക്കെ വേണം. അത് എടുക്കാൻ വേണ്ടിയിട്ടൊരു ഷോപ്പിലാണ് ഇവിടെ വന്നേക്കണേ, കൂമ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാ പോണേ. ഞങ്ങളപ്പോൾ ഇവിടെ സ്ഥലത്ത് എത്തി. ഇവിടെ ഞങ്ങൾ ഇട്ടോക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാം. ക്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ ക്യൂവിലാണ് നിൽക്കണേ. ഇതാണ് എൻ്റെ സ്കോഡ് ഇന്നത്തെ. ഞങ്ങളങ്ങോട്ട് കയറി ചെന്നപ്പോൾ അവർ പറഞ്ഞു ക്യൂല് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാനെങ്കിൽ ഉറക്കം നോക്കിയിരിക്കണേ, ഇതുവരെ എണീച്ചിട്ടില്ല. ഞാൻ കയറി കിടന്ന് നല്ല ഉറക്കത്തിലായിരുന്നു. ഞങ്ങൾക്കാണെങ്കിൽ സ്ഥലവും ഇല്ല. ഇവിടെ നിന്ന് ഈ സാധനങ്ങളൊക്കെ കിട്ടിയാൽ വെക്കാൻ. ഇനി ഉണ്ട് 2 hour ജേണി. അറിയില്ല എന്താ ചെയ്യുന്നത്. മൊത്തം ലഗേജാ വണ്ടിയിൽ നിറച്ച്, ചിപ്സ് അത് ഇതൊക്കെ ആയിട്ട്. എന്തിനാ നമുക്ക് മനസ്സിലായത്? ഒന്നും വെക്കാനും സ്ഥലമില്ല. എന്ത് ചെയ്യുന്നോ, ഇരിക്കാൻ പോലും സ്ഥലമില്ല, പിന്നെ വെക്കാൻ. നോക്കട്ടെ, നൈസാണ് ഇവിടെ. ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ ഏറ്റവും വലിയ കൺഫ്യൂഷൻ എടുത്തത്. സ്നോ ബോർഡ് വേണോ സ്കീ ചെയ്യണോ എന്നുള്ളത്. കാര്യം രണ്ടിനും ഒരേപോലെ തന്നെയാണ്, പക്ഷെ ഒന്നും സ്വാപ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പം ഞങ്ങൾ 3 പേരും, ഞാനും ഷജോണും അബിൻചേട്ടനും പറഞ്ഞു സ്കീ ചെയ്തോളാന്ന് പറഞ്ഞു. അലനും നിഖിലയും താഴെ സ്നോ ബോർഡിൻ്റെ സെക്ഷനിൽ പോയിക്കാം. ഇപ്പം ആളിപ്പോൾ അതേ ഇങ്ങനെ സൈസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആള് ഞങ്ങളെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് ഇവിടെ ഇരുത്തിക്കാം. നല്ല തിരക്കുണ്ട്. സമയം രാവിലെ വെളുപ്പാങ്കാലമായിട്ടുള്ളൂ, 7 മണി അങ്ങോട്ടായിട്ടുള്ളൂ. പക്ഷെ മൊത്തം തിരക്കാണ് ഇവിടെ. ആൾക്കാരൊക്കെ മഞ്ഞ് കാണാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് തോന്നണം ഞങ്ങളെപ്പോലെ. ഇനി ജാക്കറ്റൊക്കെ വന്നിട്ട് കാണാം. Alright guys, I will show you wearing your boots with the skis, with the pole, with the helmet and everything. You will go to the ski zone. It's a part you can start to your first steps in the ski, and you will put the skis on the snow. You will leave it in there like this. Then you will come with your boot. You will put the tip first, tip, and then back. You press. So I will show you here how the boot is fitting is attached to the ski. So come with the tip like this, and then you press with your heel. And when it is like this, it's alright. When this one is lift, it's alright. When it's like this, probably it's not alright. Alright? To check it out, you will use a stoke, a pole, and you can put pressure in there and release the boot. Alright? If you fall and the ski come out for you, there's a possibility that the ski will be like this without the boot. Alright? And you will try to put it on and never gonna go in because this is already closed. It's locked. So you will have to shake the skis, put it down and back again. Bam. When it's like this with the boot inside, it's all good for ski. Alright? You can put it's not right or left, you can put whatever. Okay. Alright? Yeah. So that is all. Yeah, that is all. I will give you some helmets now. ഗൈസ്, ഞങ്ങളിപ്പോൾ ഒരുമാതിരി പെട്ട അവസ്ഥയിൽ നിൽക്കണേ. ഞങ്ങളിവിടെ വന്ന് ജാക്കറ്റൊക്കെ എടുക്കുന്ന ഷോട്ടൊക്കെ കാണിച്ചില്ല. സംഭവമൊക്കെ എടുത്തു വന്നപ്പോൾ ഒരാളുടെ കയ്യിൽ തന്നെ ടൺ കണക്കിന് സംഭവങ്ങളായി. എന്നുവെച്ചാൽ ഇതൊക്കെ മാത്രമല്ല, ഒരു ബൂട്ട്, ഹെൽമെറ്റ്, ഗ്ലൗസ്, പിന്നെ ഇത്രയും നമ്മുടെ എൻ്റെ ഹൈറ്റിന് ഇത്രയുള്ളൊരു സ്കീ ബോർഡ്, കൊത്തും കോലൊക്കെ ആയിട്ട് എല്ലാവരുടെ കയ്യിൽ 5 പേരുണ്ട്. ഞങ്ങൾ അത്യാവശ്യം സൈസുള്ളവർ, എൻ്റെയൊക്കെ സൈസൊക്കെ എൻ്റെയൊക്കെ ഇരട്ടിയുള്ളവരൊക്കെ തന്നെ എല്ലാവരും ഉള്ള. വണ്ടി ഫുള്ളായി, ഒന്നും പറയില്ല. വണ്ടിയുടെ അവസ്ഥ പരമശോകം. എങ്ങാൻ വഴിയിൽ വെച്ച് പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തായാലും പോകാൻ പറ്റില്ല. വണ്ടിയിൽ വീലിടാനുള്ള ചെയിനൊക്കെ വാങ്ങിച്ചു, പക്ഷേ അറിയില്ല വരണോടുത്ത്. ഞാനിപ്പോൾ ലാസ്റ്റ് ഷോട്ടിൽ പറഞ്ഞിട്ടുണ്ടായല്ലോ, എക്സൈറ്റ്മെൻറ്റ് ഇപ്പം അതൊക്കെ ഇങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയെന്ന്. ഇപ്പോൾ ഈ തീരെ ഇല്ലാണ്ടുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ പോണത്. അതായത് ഞങ്ങൾ ത്രെഡ് ബോൾ എത്താം, അതായത് ഞങ്ങൾ പോണ സ്നോ മൗണ്ടൈൻ്റെ പേരാണ് ത്രെഡ് ബോൾ എത്താൻ വേണ്ടിയിട്ട് 16 കിലോമീറ്റർ ഉണ്ടായുള്ളൂ.
പറഞ്ഞു കഴിഞ്ഞാൽ 14 കിലോമീറ്റർ കറക്റ്റ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പാസ് അടച്ചു, അതായത് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. വേറെ റീഡയറക്ഷൻ റൂട്ട് പറഞ്ഞു തന്നു. പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബസ് സർവീസിലാണ് പോകേണ്ടത്. ഞങ്ങൾ എടുത്തേക്കണ കിറ്റെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി നല്ല ഹെവി വെയിറ്റ് ആയിരുന്നു. അപ്പം ഞങ്ങൾക്ക് തീരെ കോൺഫിഡൻസ് ഇല്ല, അതൊക്കെ ചുമന്നിട്ട് അവിടം വരെ പോകുന്നുള്ള, ബസ് കയറി പോകണമെന്ന് പറഞ്ഞു. അതിന് ഫെയർ വരുന്നത് പെർ പേഴ്സൺ $72 പോലെ. ഞങ്ങൾ 5 പേര് കൂടി ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എത്ര വന്നേ, 145 അങ്ങനെ കണ്ട്. എനിക്കറിയില്ല കറക്റ്റ് റേറ്റ്. കാര്യം ഞാൻ ആകെ ഫെഡപ്പായിട്ടിരിക്കുക, എനിക്കിതൊന്നും ഫോളോ അപ്പ് ചെയ്യാൻ പറ്റണില്ല. ഒന്നാമത് ഞങ്ങൾ ആ ഇതും കാര്യങ്ങളും എല്ലാം ബുക്ക് ചെയ്ത് പെർ പേഴ്സൺ 600 ബഡ്ജറ്റ് വിട്ട് വന്നിട്ട് ഇവിടെ വന്നപ്പോൾ 800-900ൻ്റെ അടുത്ത് എത്താറായി, എല്ലാ ട്രിപ്പിൻ്റെ ബഡ്ജറ്റും കൂടി. എന്നാൽ ഇത്ര എത്തിയിട്ട് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതുമില്ല. 2:15 ബസ്സിന് നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 5:15 ബസ്സിന് തിരിച്ചു വരണം. അതായത് അവിടേക്കുള്ള ലോങ് ആ ക്യൂ കണ്ടിട്ട് ഞങ്ങൾ 2:15 ബസ്സിന് പോയി അവിടെ ഇറങ്ങി മഞ്ഞ് കണ്ട് അതേപോലെ തന്നെ തിരിച്ചിറങ്ങി പോരേണ്ട വരും. അതായത് ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങളിപ്പോൾ ഫുൾ എക്യുപ്മെൻറ്റും റെൻ്റ് എടുത്ത് കാറിന് ചെയിൻ വാങ്ങി എല്ലാം സെറ്റായി. ഇന്നലെ ഇപ്പം 11 മണിക്കൂറായി ഞങ്ങൾ ട്രാവൽ ചെയ്ത് തുടങ്ങിയിട്ട്. ഒരു പോള ആരും കണ്ണടച്ചിട്ടില്ല, എല്ലാവരും എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. പക്ഷേ സംഭവം അടപടൽ മൂഞ്ചി. ഇനിയിപ്പോൾ എന്താ വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ.